ജ്വാല പതിവ് പോലെ 4 മണിക്ക് എഴുന്നേറ്റു. ഇന്ന് ബുക്കെടുത്തു പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അവൾ തൻ്റെ 2 വശത്തും കിടന്നിരുന്ന ജെറിയെയും മെറിയെയും നോക്കി. രണ്ടും മൂടി പുതച്ച് സുഷുപ്തിയിലാണ്. അവൾ ബ്രഷ് ചെയ്തു പുറത്തെത്തി. നേരെ കിച്ചണിലേക്ക് നടന്നു. അവിടെ സർവൻ്റ് തിരക്കിട്ട പണിയിലാണ്. അവർക്ക് സഹായത്തിന് 2 പേരെ കൂടി സൂര്യൻ ഏർപ്പാട് ചെയ്തിരുന്നു. അവർ പുറംപണികൾ ഒക്കെ ചെയ്ത് തീർത്തിരുന്നു. മോളെ, ചായ കുടിക്കാൻ സമയമായാൽ കുടിക്കാം കേട്ടോ. എല്ലാം ആയിട്ടുണ്ട്, ചേച്ചി എടുത്തു തരാം, സീത പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്സ് കൂടി വന്നോട്ടെ, എന്നിട്ട് മതി, അവൾ പറഞ്ഞുകൊണ്ട് പിൻമുറ്റത്തേക്ക് ഇറങ്ങി. പുലർക്കാലത്തിൻ്റെ കുളിർമയിൽ അവൾ വെറുതെ ഒന്ന് നടന്നു നോക്കി. വീടിന് ചുറ്റുമുള്ള ബൾബ് വെളിച്ചം വിതറി നിന്നു. നേരം വെളുക്കുന്നതേ ഉള്ളൂ. കുളിർന്ന് വിറച്ച ജ്വാല വീട്ടിലേക്ക് തിരിച്ചു കയറി. കിച്ചണിൽ ചുറ്റിപ്പറ്റി നിന്നു. സീത ചിരിച്ചുകൊണ്ട് അവൾക്ക് ഒരു ഗ്ലാസ് ചൂട് ചായ നൽകി. അത് ഊതി കുടിച്ചുകൊണ്ട് അവൾ കാസറോളിൻ്റെ മൂടി തുറന്നു നോക്കി. ഉപ്പുമാവും പുട്ടും കടലക്കറിയും ഉണ്ട്. ഒരു വലിയ പ്ലേറ്റിൽ കുറച്ചു ചെറിയ പഴവും എടുത്തു വച്ചിട്ടുണ്ട്. ചായ കുടിച്ചു കഴിഞ്ഞു അവൾ തൻ്റെ റൂമിലേക്ക് നടന്നു. 2 പേരും മൂടി പുതച്ച് കിടന്നുറങ്ങുന്നത് അവൾ കണ്ടു. അവൾ തൻ്റെ ഡ്രസ്സ് എടുത്തു അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് കയറി. മുടി ഷാമ്പൂ ഇട്ട് കഴുകി. അതിനുശേഷം കണ്ടീഷണർ ഉപയോഗിച്ച് ഒന്നുകൂടി കഴുകി. 15 മിനിറ്റ് കൊണ്ട് അവൾ കുളിച്ച് ഡ്രസ്സ് മാറ്റി പുറത്തിറങ്ങി. ജെറിയും മെറിയും എഴുന്നേറ്റു കട്ടിലിൽ തന്നെ ഉറക്കം തൂങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു. വേഗം എഴുന്നേറ്റ് കുളിക്ക്, ജ്വാല പറഞ്ഞു. ഇപ്പോൾ തന്നെ കുളിക്കണോ? 5:30 ആയതേ ഉള്ളൂ, ജെറി ഉറക്കച്ചടവോടെ ചോദിച്ചു. പിന്നെ മടിയോടെ എഴുന്നേറ്റ് ബാഗിൽ നിന്ന് ബ്രഷും ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. 20 മിനിറ്റ് എടുത്തു അവൾ കുളിച്ചിറങ്ങാൻ. അടുത്ത 20 മിനിറ്റിനുള്ളിൽ മെറിയും കുളിച്ചിറങ്ങി. അപ്പോഴേക്കും സൂര്യൻ ജ്വാലയെ തിരഞ്ഞു വന്നു. അവൻ ഡോറിൽ തട്ടി. എന്താ ഏട്ടാ? വാതിൽ തുറന്നുകൊണ്ട് അവൾ ചോദിച്ചു. 7 മണിക്ക് ബ്യൂട്ടീഷ്യൻ വരും, അപ്പോഴേക്കും റെഡിയായി നിൽക്കണം. പിന്നെ മുല്ലപ്പൂ വേണമെങ്കിൽ പുറത്തേക്ക് വാ, പൂവ് കൊണ്ട് ആൾ വന്നിട്ടുണ്ട്, ആവശ്യമുള്ളത് വാങ്ങിക്കോ, പറഞ്ഞുകൊണ്ട് സൂര്യൻ തിരിഞ്ഞു നടന്നു. ജ്വാലയും പിള്ളേരും പിന്നാലെ പോയി. 3 പേർക്കും ആവശ്യമുള്ളത് എടുത്തപ്പോൾ അത് മുഴുവൻ എടുക്കാൻ സൂര്യൻ പറഞ്ഞു. താങ്ക്സ് ഏട്ടാ. ജെറി അത് മുഴുവൻ എടുത്തുകൊണ്ട് അകത്തേക്ക് ഓടി. സൂര്യൻ ചിരിച്ചുപോയി. ജ്വാല അതിൽ നിന്ന് 3 കഷ്ണം പൂവ് സീതയെ ഏൽപ്പിച്ചു. ചേച്ചി, ഇത് നിങ്ങൾ 3 പേർക്കുമാണ്. 9 മണിക്ക് ഇവിടെ നിന്നും ഇറങ്ങും, അപ്പോഴേക്കും റെഡിയാവണം, ഓക്കെ, അവൾ ഓർമ്മിപ്പിച്ചു. മോളെ, ഞങ്ങളില്ല, ഇവിടെ കുറച്ചുകൂടെ പണിയുണ്ട്, സീത ചമ്മലോടെ പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല, വന്നേ പറ്റൂ, അവൾ വാശി പിടിച്ചു. ഇത് പവിത്രനും കേൾക്കുന്നുണ്ടായിരുന്നു. അയാളും ജ്വാലയെ സപ്പോർട്ട് ചെയ്തു. അതോടെ സീതയും മറ്റു 2 പേരും വരാമെന്ന് സമ്മതിച്ചു. 7 മണിയോടെ ബ്യൂട്ടീഷ്യൻ എത്തി. ആദ്യം ജ്വാലയെയും മെറിയെയും ജെറിയെയും ഭംഗിയായി ഒരുക്കി. 3 പേരെയും ഒരേപോലെയുള്ള ഡാർക്ക് ബ്ലൂ ധാവണി ഭംഗിയായി ഉടുപ്പിച്ചു. ബ്ലൂ കല്ലുവെച്ച ചോക്കർ സെറ്റും ഇടിച്ച് ഇടതൂർന്ന മുടി കെട്ടി അടിഭാഗം വിടർത്തിയിട്ട് കൂടുതൽ മുല്ലപ്പൂവും ചൂടി കൊടുത്തു. ജ്വാലയെ സുന്ദരിയാക്കി. ഓ, ആ റോക്കി കാണണ്ട, ജെറിയും മെറിയും അവളെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. ജ്വാല അവരെ അടിക്കാൻ കൈ ഓങ്ങിയെങ്കിലും അവർ തെന്നിമാറിക്കളഞ്ഞു. സൂര്യൻ തലേന്ന് തന്നെ മുടി ഒതുക്കി വെട്ടിയിരുന്നു. താടിയെടുത്തു, കട്ടിമീശ സെറ്റ് ചെയ്തു. ഡാർക്ക് ബ്ലൂ ഷർട്ടിലും ബ്ലൂ കരമുണ്ടിലും സുന്ദരനായി അവൻ ഇറങ്ങി വന്നു. അവനെ കണ്ടു പവിത്രൻ ചിരിയോടെ തലകുലുക്കി. എന്താങ്കിളെ ഒരുമാതിരി ആക്കി ചിരി, സൂര്യൻ ചമ്മലോടെ ചോദിച്ചു. എനിക്കെന്താ, ചിരിക്കാനും പറ്റൂലേ? പവി കണ്ണുരുട്ടി. പവി 2 കാർ ഏൽപ്പിച്ചിരുന്നു ഓഡിറ്റോറിയത്തിലേക്ക് പോവാൻ. കാർ വന്നപ്പോൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പായി. സൂര്യൻ്റെ പിന്നാലെ ജ്വാലയും മെറിയും ജെറിയും ഇറങ്ങി വന്നു. പവി അവളുടെ കയ്യിൽ ഒരു വെറ്റില പാക്ക് കൊടുത്തു. അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങൂ. ജ്വാല അതുപോലെ ചെയ്തു. പിന്നാലെ സൂര്യനും മഹിയുടെ അനുഗ്രഹം വാങ്ങി. തുടർന്ന് അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിലും പാക്ക് വെച്ചു. ജ്വാല സൂര്യൻ്റെയും പവിയുടെയും അനുഗ്രഹം വാങ്ങി. ജ്വാല ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പവിയും പോകാൻ തിരിഞ്ഞു. സൂര്യൻ അയാളെ പിടിച്ചു നിർത്തി. സൂര്യൻ പവിയുടെ അനുഗ്രഹം വാങ്ങി. പവിയുടെ കണ്ണു നിറഞ്ഞു. അത് കണ്ട് സൂര്യൻ അയാളെ കെട്ടിപ്പിടിച്ചു. അമ്മാവൻ്റെ അനുഗ്രഹവും വാങ്ങണ്ടേ? അവൻ പവിയുടെ ചെവിയിൽ ചോദിച്ചു.
പവി ഞെട്ടി സൂര്യനെ നോക്കി. ഒന്നുമില്ലെന്ന് സൂര്യൻ കണ്ണടച്ചു കാണിച്ചു. ഇതൊന്നും അറിയാതെ ജ്വാല പുറത്തേക്ക് ഇറങ്ങി. ജെറിയും മെറിയും സൂര്യൻ്റെ കാറിൻ്റെ പിൻസീറ്റിൽ കയറിയിരുന്നു. ജ്വാല കോ ഡ്രൈവിംഗ് സീറ്റിലും കയറി. പവിയും മഹിയും കയറിയ കാർ മുന്നിൽ പോയി. പിന്നാലെ സൂര്യൻ വണ്ടിയെടുത്തു. അതിനു പിന്നിൽ സർവൻസ് കയറിയ കാറും പോയി. 9:30 കഴിഞ്ഞപ്പോൾ അവർ ഓഡിറ്റോറിയത്തിലെത്തി. അവിടെ നന്നായി അലങ്കരിച്ചിരുന്നു. സൂര്യൻ്റെയും അശ്വതിയുടെയും ജ്വാലയുടെയും അർജുൻ്റെയും ഫോട്ടോ വെച്ചു ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ഉണ്ടായിരുന്നു അവിടെ. ഒറ്റ രാത്രി കൊണ്ട് സൂര്യൻ സെറ്റാക്കിയതാണ് അത്. അവരുടെ പിന്നാലെ അശ്വതിയും കുടുംബവും എത്തിച്ചേർന്നു. അവരെ മഹിയും പവിയും ചേർന്ന് സ്വീകരിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അർജുനും സംഘവും 2 കാറുകളിൽ ആയി എത്തിച്ചേർന്നു. അവരെയും മഹിയും പവിയും ചേർന്ന് സ്വീകരിച്ചു. ഓഡിറ്റോറിയത്തിലെ സൈഡ് റൂമിലായിരുന്നു ജ്വാലയും അശ്വതിയും. സൂര്യനും അർജുനും പരസ്പരം കൈ കൊടുത്തു കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും ഒരേ ഹൈറ്റായിരുന്നു. പക്ഷേ സൂര്യൻ കുറച്ച് തടിയുള്ളതിനാൽ നീളം തോന്നിക്കില്ല. പവി എല്ലാവരെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. അവിടെയുള്ള അലങ്കരിച്ച 2 സെറ്റിയിൽ ഒന്നിൽ സൂര്യനും മറ്റേതിൽ അർജുനും ഇരുന്നു. അർജുൻ വന്നപ്പോൾ മുതൽ കണ്ണുകൊണ്ട് ജ്വാലയെ തിരയുന്നുണ്ടായിരുന്നു. പിന്നീട് അശ്വതിയെയും ജ്വാലയെയും കൊണ്ടുവന്നു അവരുടെ അടുത്തിരുത്തി. അർജുൻ അവളെ കണ്ണു നിറയെ കണ്ടു. ഡാർക്ക് ബ്ലൂ ധാവണിയിൽ രാജകുമാരിയെപ്പോലെ അവൾ തിളങ്ങി നിന്നു. ചടങ്ങ് തുടങ്ങാനുള്ള സമയമായി. സൂര്യനും അശ്വതിയും അർജുനും ജ്വാലയും പരസ്പരം മോതിരമിട്ടു. സൂര്യൻ ഏർപ്പാട് ചെയ്ത ഫോട്ടോഗ്രാഫർ എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുത്തു. സോജൻ അർജുനെ ശ്രദ്ധിച്ചതേയില്ല. രാവിലെ മുതൽ അങ്ങനെയാണ്. അതിൽ അർജുന് നല്ല വിഷമമുണ്ടായിരുന്നു. മോതിരമാറ്റത്തിനു ശേഷം സിന്ദൂര 4 പവൻ്റെ ഒരു വളയും ജ്വാലയുടെ കയ്യിലിട്ടു. പിന്നെ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്തു. അതിനുശേഷം ജ്വാല പവി കൊടുത്ത 3 പവൻ്റെ വള അശ്വതിയുടെ കയ്യിലിട്ടു. അതുകഴിഞ്ഞ് കല്യാണത്തിൻ്റെ ഡേറ്റ് വായിച്ചു. എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഡേറ്റ് ഉറപ്പിച്ചു. തൻ്റെ പ്രിലിമിനറി എക്സാം അടുത്ത മാസം ആദ്യമാണ്. അതിനുശേഷമുള്ള ഒരു ഡേറ്റാണ് അർജുൻ ചൂസ് ചെയ്തത്. 2 മാസത്തിനപ്പുറത്തേക്ക് പോകാനും പാടില്ല. റോക്കിയുടെ ശല്യം തന്നെ കാരണം. അതിനാൽ കല്യാണത്തിന് ഇനി 1.5 മാസമേ ഉള്ളൂ. അർജുന് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. അവൻ ജ്വാലയെ ചേർത്ത് പിടിച്ചു. തൻ്റെ ഫോണിൽ ശില്പയെ കൊണ്ട് ഫോട്ടോയും വീഡിയോയും എടുപ്പിച്ചു. അതുകഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. അർജുനും ജ്വാലയും സൂര്യനും അശ്വതിയും ഒന്നിച്ചാണ് ഇരുന്നത്. ജെറിയെയും മെറിയെയും അവൾ തൻ്റെ അടുത്തിരുത്തി. ഭക്ഷണത്തിനു ശേഷം അർജുൻ ജ്വാലയെയും വിളിച്ചുകൊണ്ട് കുറച്ച് ദൂരേക്ക് മാറി നിന്നു. ഫോട്ടോ എടുക്കാനെന്ന വ്യാജേന. ആ റൗഡി കാരണമല്ലേ നിന്നെ എനിക്ക് ഇത്ര പെട്ടെന്ന് മാരേജ് ചെയ്യാൻ കഴിയുന്നത്. ആ റൗഡിയെ കണ്ടാൽ ഒരു താങ്ക്സ് പറയാമായിരുന്നു അല്ലേ? അർജുൻ ചോദിച്ചു. എന്നിട്ട് വേണം അയാൾ എന്നെ തട്ടിക്കൊണ്ടു പോകാൻ. അയാളെ പേടിച്ചാ ഇത്ര പെട്ടെന്ന് മാരേജ് നടത്തുന്നത്. അവൾ മുഖം കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, എന്നാ വേണ്ട അല്ലേ? പിന്നെ ഞാൻ വേറെ ഒരു കാര്യം അറിഞ്ഞു. അർജുൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തു കാര്യം? ജ്വാല നെറ്റിച്ചുളിച്ചു. അത് എൻ്റെ ക്യൂട്ട് പ്രിൻസസ് കരാട്ടെ പഠിക്കുന്നുണ്ടെന്ന്. വേറെ എന്തൊക്കെയോ സീക്രട്ട് നിനക്കുണ്ടെന്ന്, റൈറ്റ്? ശരിയാ, ഞാൻ കരാട്ടെ പഠിക്കുന്നുണ്ട്. പക്ഷേ ബ്ലാക്ക് ബെൽറ്റ് ഒന്നും കിട്ടിയില്ല. അതിന് ഇനിയും കുറേ പഠിക്കാനുണ്ട്. പിന്നെ ഓരോ ബെൽറ്റിൻ്റെയും കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലും കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കളരിയും മർമ്മവിദ്യയും പഠിച്ചിട്ടുണ്ട്. ഞാനതിൽ അത്ര എക്സ്പേർട്ട് അല്ല, ജ്വാല പറഞ്ഞു നിർത്തി. അർജുൻ ആശ്ചര്യപ്പെട്ടു നിൽക്കുകയായിരുന്നു. ഓ, മൈ ക്യൂട്ട് പ്രിൻസസ്, ഓൾ ഇൻ വൺ ഇൻ ദ വേൾഡ്. അർജുൻ സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. കവളിൽ ഒരു ഉമ്മ വെച്ചു. ജ്വാല ചമ്മലോടെ ചുറ്റും നോക്കി. അവിടെയൊന്നും ആരുമില്ലായിരുന്നു. പിന്നെ അവൻ രാവിലെ ഉണ്ടായ സംഭവം അവളോട് തുറന്നു പറഞ്ഞു. ഫോട്ടോ പിടിച്ചതും സോജനും ആനന്ദും തന്നോട് തെറ്റിയതും എല്ലാം. ജ്വാല ചിരിച്ചുപോയി. അവൾ സോജനെ അടുത്തേക്ക് വിളിച്ചു. സോജൻ ആനന്ദിനെയും കൂട്ടി അവളുടെ അടുത്തേക്ക് വന്നു. പിന്നാലെ തുള്ളിക്കളിച്ചുകൊണ്ട് ശില്പയും. അവളെ ആരും കണ്ടിട്ടില്ലായിരുന്നു. ജ്വാല സോജനോട് വിവരങ്ങളെല്ലാം ചോദിച്ചു. അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് അർജുൻ്റെ നേരെ കൈ ചൂണ്ടി പറഞ്ഞു. ഐ സ്റ്റാൻഡ് ബൈ ഹിം ഇൻ എവരിതിങ്. ദെൻ ദിസ് ഗൈ ഡിഡിൻറ്റ് സേ എനിത്തിങ് ടു മീ. യു നോ ദാറ്റ്.
ജ്വാല അവനെ സമാധാനിപ്പിച്ചു. സാരമില്ല, പോട്ടെ. കൈ കൊടുത്തേ രണ്ടുപേരും. അത് കേട്ടതും അർജുൻ സോജൻ്റെ കൈ ബലമായി പിടിച്ചെടുത്തു. ഒന്ന് കുലുക്കി. ഇതെല്ലാം ശില്പ കേൾക്കുന്നുണ്ടായിരുന്നു. ശരിയാക്കി തരാം. അവൾ തല കുലുക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. പിണക്കം മാറിയ സന്തോഷത്തിൽ അർജുൻ സോജനെയും ആനന്ദിനെയും ജ്വാലയെയും കൂട്ടി സെൽഫി എടുത്തു. തിരിച്ചു പോകാനുള്ള ടൈം ആയി തുടങ്ങിയിരുന്നു. അർജുനാണെങ്കിൽ ജ്വാലയുടെ അടുത്ത് നിന്ന് വരുന്നുമില്ല. അവളെ ചുറ്റിപ്പറ്റിയായിരുന്നു അവൻ എപ്പോഴും നിന്നിരുന്നത്. എല്ലാവരും ഇറങ്ങിയപ്പോൾ മനസ്സില്ല മനസ്സോടെ അവനും ഇറങ്ങി. മഹി അർജുൻ്റെ അടുത്തേക്ക് ചെന്നു. മാരേജ് നിശ്ചയിച്ചതുകൊണ്ട് എന്നുമുള്ള ഫോൺ വിളി ഒന്നും വേണ്ട. അവൾക്ക് എക്സാം അടുത്തിരിക്കുകയാണ്. അത് ഓർമ്മ വേണം. ഡാഡ്, അത് ഞങ്ങൾ ഓൾറെഡി തീരുമാനിച്ചതാണ്. അർജുൻ ഒന്നും ഓർക്കാതെ പറഞ്ഞു. എന്താ? മഹിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് താൻ എന്താ പറഞ്ഞതെന്ന് അവൻ ഓർത്തത്. ഞാൻ വിളിക്കില്ലെന്ന് അവളോട് പറഞ്ഞിരുന്നു. ഇന്ന് എനിക്കും പ്രിലിമിനറി എക്സാം അടുത്തിരിക്കുകയാണ്, അവൻ പറഞ്ഞൊപ്പിച്ചു. മഹി ഒന്ന് മൂളി. സോജനും ആനന്ദും ചിരി നിർത്താൻ പാടുപെട്ടു. അർജുൻ അവനെ നോക്കി പല്ല് കടിച്ചു.